ലേക്ക് പാകിസ്ഥാനിലേക്ക് അമേരിക്ക ഈ അടുത്ത് വലിയൊരു വിവാദമായ LGBT പൊളിറ്റിക്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എത്ര ഈ പറഞ്ഞ രൂപത്തിൽ വലിയ കോടി അത് സ്വീകരിക്കണം എന്നുള്ളത്. അതേപോലെ ആഫ്രിക്കൻ കൺട്രീസ് ഉഗാണ്ടയാണെന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റിയോ എന്നൊക്കെ അറിയില്ല. ഉഗാണ്ട അത് ഉഗാണ്ട ഈ അടുത്താണ് സെയിം സെക്സ് മാരേജ് ബാൻ ചെയ്തത്. അപ്പോൾ അതോട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഉഗാണ്ടക്ക് കൊടുക്കുന്ന ഇത് ഇവർ നിർത്തിവെച്ചിരിക്കുകയാണ്. എയ്ഡുകൾ, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സും മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുകയാണ്. എന്താ കാരണം? ഇത് അംഗീകരിച്ചില്ല, ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സ് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരുന്ന ഫണ്ട് തരില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം UN ആട്ടെ അമേരിക്ക ആട്ടെ അത് തടയുന്നൊരവസ്ഥ. മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മാനവികതയൊക്കെ പൊതിഞ്ഞിട്ടാണ് ഈ സാധനം വരിക. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പിന്നെ യുദ്ധത്തിന് പോയ തന്നെ അവിടെയുള്ള സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ വിമോചിപ്പിക്കാനുള്ള ആ ഒരു ത്വര കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പോയിട്ട് 1000-10,000 കൊന്നൊടുക്കിയത്. അപ്പോൾ അത് ഈ പറഞ്ഞതാണ് ഈ കൊളോണിയലിസ്റ്റ് അജണ്ടകൾ എന്ന് പറയുന്നത്. എപ്പോഴും ഇപ്പൊ നമ്മൾ കൊളോണിയലിസത്തെ പണ്ട് നടന്ന കാര്യമായിട്ടല്ല, ഇപ്പോഴും കൊളോണിയലിസം നടക്കുന്നുണ്ട്. അത് സാംസ്കാരികമായിട്ടാണ് കൂടുതൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും കൊളോണിയലിസ്റ്റുകൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണം, അവരുടെയുള്ള സ്ത്രീകളെ വിമോചിപ്പിക്കണം, ഇറാഖിലേക്ക് പോകണം, അവിടെ വിമോചിപ്പിക്കണം, അല്ല വിമോചനമാണ്. എന്നിട്ട് വിമോചിപ്പിച്ചിപ്പം സിറിയന്റെയും ഡെമോക്രസി ജനാധിപത്യവും വിമോചനവും മാനവികതയും കൊണ്ടുവരാൻ പോയിട്ട് ഇപ്പോഴത്തെ സിറിയയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഇറാഖിന്റെയും ഇറാന്റെ ഇല്ല ബാക്കി കൺട്രീസിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്താന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അതൊരു ഫണ്ണി ആയിട്ട് പറയാറുണ്ട്. അതായത് ഡെമോക്രസി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഓയിൽ കണ്ടുപിടിക്കണം. അതിപ്പോ ഒരു പിന്നെ ഏതൊക്കെ രാജ്യത്ത് ഓയിൽ കണ്ടുപിടിച്ചാല് അല്ല ഇതിലിപ്പോ സാധാരണ വെച്ചാൽ ഇവർ ഇത് പറയുന്നത് ഇപ്പം മതത്തിനെയൊക്കെ എതിർക്കാൻ വേണ്ടി ആൾക്കാർ പറയുന്നത് നിങ്ങൾ മതം വലിയ വ്യാപകമായ എന്താ സംഭവിക്കാന്ന് പറയാൻ സിറിയ നോക്കിയാൽ മതി, അഫ്ഗാനിസ്ഥാൻ നോക്കിയാൽ മതി. അവിടെ എന്താ സംഭവിച്ചത്? ഈ ജനാധിപത്യം ബോംബിട്ടതാണ് സംഭവം. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ജനാധിപത്യവും പിന്നെ ലിബറലിസവും മാനവികതയും കൊണ്ടുവരാൻ വേണ്ടി ഇവരെന്ത് ചെയ്യാണ്, ആ ഒരു പേരിലാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പം റഷ്യയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും ന്യായീകരിക്കാൻ എന്ന് ആ രൂപത്തിലല്ല പറയുന്നത്. പക്ഷേ റഷ്യ ഇപ്പം ഏറ്റവും വിമതമായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഈ പാശ്ചാത്യ ഐഡിയോളജി ആ രൂപത്തിൽ തന്നെ. അലക്സാണ്ടർ ഡൂഗിൻസ് എന്നാണ് അതിൻ്റെ, അദ്ദേഹം റഷ്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തുറന്ന് സംസാരിക്കുന്ന, ഇപ്പോൾ ട്വിറ്ററിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഹാൻഡിൽ എടുത്ത് പരിശോധിച്ചൊക്കെ കാണാൻ പറ്റും. അത് പറയുന്നത് വെസ്റ്റേൺ സൊസൈറ്റി തകർന്നു കഴിഞ്ഞു. അതിന്റെ കാരണം എന്താണ്? അവർ ഈ പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സും ലിബറൽ ഇതും കൊണ്ടുവന്നുകൊണ്ട് ഫാമിലി സിസ്റ്റം തകർത്തു കഴിഞ്ഞു. അത് റഷ്യയിലേക്ക് അടക്കം വരുന്നുണ്ട്. അതിനെ റെസിസ്റ്റ് ചെയ്യണം. ഇപ്പം യുക്രൈനെയോ അല്ലെങ്കിൽ വേറൊന്ന് നാറ്റോനെയോ അല്ല നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അത് ചെയ്യണം. അദ്ദേഹം അതിനെല്ലാം അനുകൂലിക്കുന്ന ഒരാളാണ്. അതിനെയല്ല ഞാൻ അനുകൂലിക്കുന്നതും. പക്ഷേ അതിനെ